സമ്മറായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ 4 പേരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ് ഫിഷിംഗ്. പക്ഷെ പണ്ടൊന്നും എനിക്കിത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പ്രോസസ്സായിരുന്നു കേട്ടോ. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ നേരം ഇത് പിടിച്ച് റോഡ് പിടിച്ചിരിക്കണം, ചിലപ്പോൾ മീൻ കിട്ടിയാലായി, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെ. പക്ഷെ പിന്നെ പിന്നെ അത് ചെയ്ത് മീനൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. അബുദാബിയിലുള്ളപ്പോൾ ഞാൻ റെക്സിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പ്രസവിക്കുന്നതിൻ്റെ തലേന്ന് പോലും ഞങ്ങൾ ഫിഷിങ്ങിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ അത്രയും ഒരു അഡിക്ഷൻ ആയിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതിന് നല്ല ക്ഷമ വേണം, പിന്നെ മീൻ കൊത്തുന്നുണ്ടോ എന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ കുട്ടികൾക്കും ആണെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങൾ ടൈം കിട്ടുമ്പോഴൊക്കെ ഫിഷിങ്ങിന് പോവും. പിന്നെ കാനഡയിലെ ഫിഷിംഗ് ഇറ്റ്സ് ബിറ്റ് ഡിഫറെൻറ്റ്. കാരണം ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിഷിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഫിഷിനെ കിട്ടിയിട്ട് അവർ ആ ഫിഷിനെ ആ വെള്ളത്തിലേക്ക് തന്നെ വിടുകയും ചെയ്യും. എന്തിനാണ് അതിനെ ഉപദ്രവിച്ചിട്ട് വിടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ അന്തസ്സോടെ അതിന് നല്ല ഫ്രൈ ചെയ്യാനൊക്കെ പാകത്തിന് ഫ്രൈ ചെയ്ത് കഴിക്കും, ഇല്ലെങ്കിൽ കറി വെച്ച് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഞാനും കുട്ടികളും മാത്രമാണ് ഫിഷിനെ കഴിക്കുക. ഏട്ടൻ കഴിക്കില്ല. കാരണം പണ്ട് എപ്പോഴോ മുള്ളു കുടുങ്ങിയതിൻ്റെ ഒരു പ്രശ്നം കാരണം ആ മീനിനെ ഇഷ്ടമല്ല. സോ ഏട്ടൻ കഴിക്കില്ല. ഫിഷിങ് മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ പരിപാടി. ഞങ്ങൾ 3 പേരും നല്ല രസത്തിൽ, ഭയങ്കര ടേസ്റ്റുമാണ്. ഫ്രഷ് മീനാണല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുമ്പോൾ. പിന്നെ എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ് ഫിഷിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഹൂക്കിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് പേടിയാണ്. അതിങ്ങനെ പിടച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ അതിനെ പിടിക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് പകരം എൻ്റെ 2 കുട്ടികളും അതിൽ എക്സ്പേർട്ടാണ്. 2 പേരും ഈസിലി ആ ഹൂക്കൊക്കെ മാറ്റിയിട്ട് മീനിനെ പിടിക്കും. അതുമാത്രമല്ല, ഞങ്ങൾ ഫിഷിങ്ങിന് ബെയ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് earthworms ആണ്. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് യാർഡിൽ earthworms സമ്മർ ടൈമിലുണ്ടാവും. ഇവർ തന്നെയാണ് അത് പിടിക്കുന്നതും കൊളുത്തുന്നതും ഒക്കെ. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫിഷിങ്ങിന് ലൈസൻസ് വേണം. ലൈസൻസ് എടുത്തിട്ടാണ് ഫിഷ് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അഡൽട്ട്സിന് വേണം. എനിക്കൊന്നൊരു $35 ആണ് ലൈസൻസ്. ഔട്ട് ഓഫ് ആൽബർട്ട, ഇത് ആൽബർട്ട ഫിഷിംഗ് ലൈസൻസ് ആണ്. ഔട്ട് ഓഫ് ആൽബർട്ട ആണെങ്കിൽ അതിൽ കൂടും എന്നാണ് തോന്നുന്നത്. യെസ്, അതിൽ കൂടും. സോ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. സോ ഇതൊക്കെയാണ് ഫിഷിംഗ് വിശേഷങ്ങൾ. നമുക്ക് ഇത്രയും ഫിഷാണ് കിട്ടിയിരിക്കുന്നത്. ഇത് യെല്ലോ പേർച്ച് എന്ന് പറയുന്ന ഫിഷാണ്, ഇവിടെ അധികവും കാണുന്ന ഫിഷാണ്. നമുക്ക് ഒരാൾക്ക് ഇത്ര ഫിഷേ പിടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ യെല്ലോ പേർച്ച് നമുക്ക് ഇത്രയും പിടിക്കാം ഒരാൾക്ക്. സോ ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. നമ്മൾ പിടിച്ച ഫിഷ് വെച്ചതാ ചോറും മോരുകറിയും ഫിഷ് ഫ്രൈയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഫിഷ് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ തിന്ന് ട്രൈ ഒക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് നല്ലോണം മുരിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഇങ്ങനത്തെ മുള്ളുള്ള മീനൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിക്കൊന്നുമില്ല, അവർ പിടിച്ചിട്ട് അതിനെ വിടും. പക്ഷെ നമ്മൾ അന്തസ്സോടെ ചോറും മോരുകറിയും ഫിഷ് ഫ്രൈയും കൂടെ ഇങ്ങനെ കഴിക്കണം. സൂപ്പറാണ്. കഴിക്കട്ടെ. അപ്പം ഇതിങ്ങനെ എടുക്കുക, ഇവിടെ വയ്ക്കുക, എന്നിട്ട് സൂപ്പർ.